എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പബ്ലിക് എക്സാമിനേഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ചില ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യാം. ആദ്യം വരുന്നത് ഫണ്ടമെൻറ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഇതിൽ ആദ്യം തന്നെ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഡാറ്റയും ഇൻഫോർമേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്ഡ് ഡാറ്റയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു 3 ഡിഫറൻസ് നോക്കി വെക്കുക. നെക്സ്റ്റ് വരുന്നത് ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്പുകളാണ്. 6 സ്റ്റെപ്പുകളുണ്ട്. ക്യാപ്ചറിങ്, ഇൻപുട്ട്, സ്റ്റോറേജ്, പ്രോസസ്സ്, ഔട്ട്പുട്ട്, ഡിസ്ട്രിബ്യൂഷൻ. അത് കഴിഞ്ഞിട്ട് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറാണ്. ജോൺ വോൺ ന്യൂമാൻ ആണ് ഇത് പ്രൊപ്പോസ് ചെയ്തത്. അപ്പോൾ അതിൽ ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്. സ്റ്റോറേജ് യൂണിറ്റിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ALU ഉണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് പഠിച്ചു വെക്കുക. ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടറാണ്. അതിൽ വരുന്ന 3 എണ്ണമാണ് അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ്, അതായത് അരിത്തമെറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യാനും. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ. രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ടെമ്പററി സ്റ്റോറേജ് ചെയ്യാനും ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. അത് കഴിഞ്ഞ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ, അതിൻ്റെ അഡ്വാൻറ്റേജും പഠിക്കുക, ലിമിറ്റേഷൻ പഠിക്കുക. അഡ്വാൻറ്റേജ് സ്പീഡ്, ആക്യുറസി, ഇൻ്റലിജൻസ് ആണ്. ലിമിറ്റേഷൻ ലാക്ക് ഓഫ് ഇക്വാലിറ്റി, ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്പർ കൺവേർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ വേറെ പ്രോബ്ലം ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. 2 മാർക്കിലേക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ബൈനറി, ഒക്ടൽ, ഡെസിമൽ അതൊക്കെ നോക്കിയേക്കുക. ബൈനറി എന്ന് പറഞ്ഞാൽ 2 ബേസ് ആണ്, ഒക്ടൽ എന്ന് പറഞ്ഞാൽ 8 ആണ്, ഡെസിമൽ 10 ആണ്. അതൊക്കെ 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റീജേഴ്സ്, അതിൽ നമ്മൾ ആ ഒരു സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ടുള്ളത് ചോദിക്കാൻ സാധ്യതയുണ്ട്. 2's കോംപ്ലിമെൻറ്റോ 1's കോംപ്ലിമെൻറ്റോ വെച്ചിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റനാണ്. നെക്സ്റ്റ് വരുന്ന റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടറിൽ വരുന്നത് ആസ്കി കോഡ് ഫസ്റ്റ് വരുന്നത്. ആസ്കിയിൽ അതിൻ്റെ ഫുൾ ഫോം പഠിക്കുക, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്. പിന്നെ അതുപോലെ തന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന യൂണിക്കോഡാണ്. യൂണിക്കോഡ് ഇതിൽ 16 ബിറ്റ്സ് ഉണ്ട്. റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് 60,536 ക്യാരക്ടേഴ്സാണ്. സെക്കൻഡ് ചാപ്റ്റർ കമ്പോണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടറിന് 2 പാർട്ടുകളുണ്ട്, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഫിസിക്കലായിട്ട് ടാഞ്ചിബിളായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൽ വരുന്ന പ്രോസസ്സറുണ്ട്, മദർ ബോർഡുണ്ട്, പെരിഫറൽസ് ഉണ്ട്, മെമ്മറി, ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ ഉണ്ട്. പ്രോസസ്സർ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്, അതായത് ALU, CU, രജിസ്റ്റർ വരുന്നത്. അപ്പോൾ രണ്ടാമത് തന്നെ രജിസ്റ്ററിൽ തന്നെ കുറേ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ സാധാരണ USB ഫുൾ ഫോം അടിച്ച് നോക്കിയാൽ യൂണിവേഴ്സൽ സീരിയൽ ബസ്സാണ്. പിന്നെ ലാനിൻ്റെ ഫുൾ ഫോം അത് നമ്മൾ അടുത്ത ചാപ്റ്ററിലും പറയാനുണ്ട്, നോക്കുക. പിന്നെ HDMI ഫുൾ ഫോം ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്. നെക്സ്റ്റ് മെമ്മറി മെഷറിംഗ് യൂണിറ്റ് നിങ്ങൾ പഠിച്ചു നോക്കുക. അതായത് ഒരു 1 ബിറ്റ്, അതുപോലെ 4 ബിറ്റ്സ്, 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ്സ് ആണ്. 1 KB എന്ന് പറഞ്ഞാൽ 1024 ബൈറ്റ്സ് ആണ്. 1 MB പറഞ്ഞാൽ 1024 KB ആണ്. അത് നോക്കി വെക്കുക. പിന്നെ റാമും റോമും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റാം വോളട്ടൈലാണ്, റോം നോൺ വോളട്ടൈലാണ്. റാമാണ് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് വരുന്നത്. ആ ഒരു 4 ഡിഫറൻസ് നോക്കി വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്യാഷ് മെമ്മറി എന്നാണ്. ക്യാഷ് മെമ്മറി ഒരു ടെമ്പററി മെമ്മറിയാണ്, അതായത് സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറിയുടെ ഇടയിലായിട്ട് വരുന്ന ഒരു മെമ്മറിയാണ്. അത് ഫാസ്റ്റർ ദാൻ റാമാണ്, എക്സ്പെൻസീവ് ദാൻ റാമും കൂടിയാണ്. പിന്നീട് വരുന്നത് ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും എല്ലാം നിങ്ങൾ പഠിച്ചു നോക്കി. ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, ഫീഡ് ഡാറ്റ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതായത് കീബോർഡ്, മൗസ്, പിന്നെ ടച്ച് സ്ക്രീനൊക്കെ വരും. എന്നാൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണാൻ പറ്റുന്ന ഇതാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു നോക്കുക. അതായത് മോണിറ്റർ വരും, പ്രിൻ്റർ വരും, LCD പ്രൊജക്ടറൊക്കെ വരും. അത് പഠിച്ചു നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വേസ്റ്റ് എന്താണ്? വേസ്റ്റ് എന്ന് പറയുന്നതാണ് ഇലക്ട്രോണിക് വേസ്റ്റാണ് പറയാം. അതായത് ഇലക്ട്രോണിക് പ്രൊഡക്ട്സിൻ്റെ എൻഡ് ഓഫ് ദ ലൈഫിൽ കിട്ടുന്ന ആ ഒരു ഇതാണ് വേസ്റ്റാണ് വേസ്റ്റ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് നോക്കുക. വേസ്റ്റിൻ്റെ ഡിസ്പോസൽ മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 തരത്തിലുണ്ട്: റീയൂസ്, ഇൻസിനറേഷൻ, റീസൈക്ലിംഗ്, ലാൻഡ് ഫൈലിംഗ്. പിന്നെ സ്റ്റുഡൻസ് റോളൊക്കെ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. പിന്നെ ഗ്രീൻ കമ്പ്യൂട്ടിങ്ങും ചെറുതായിട്ട് നോക്കി വെക്കാൻ പറ്റുന്നതാണ്. പിന്നീട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് 4 മാനേജ്മെൻറ്റുകളാണ്: പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്. പിന്നെ ലാംഗ്വേജ് പ്രോസസ്സറാണ്, അതായത് ട്രാൻസ്ലേറ്റ് ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്നും ലോ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന, അതായത് അസംബ്ലി ലാംഗ്വേജിൽ നിന്നും മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നതാണ് ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 3 തരത്തിലുണ്ട്: അസംബ്ലറുണ്ട്, ഇൻ്റർപ്രറ്ററുണ്ട്, കമ്പൈലറുണ്ട്. അത് ജസ്റ്റ് നോക്കി വെക്കുക. പിന്നെ ഒന്ന് ഫ്രീ വെയറും ഷെയർ വെയറും തമ്മിലുള്ള ഡിഫറൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. അടുത്തത് ചാപ്റ്റർ നമ്പർ 3 ആണ്, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. അതിൽ ഫേസസ് ഓഫ് പ്രോഗ്രാമിംഗ്, അത് പ്രോഗ്രാമിങ്ങിൻ്റെ 7 സ്റ്റെപ്പുകൾ: പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, പ്രിപ്പയറിംഗ് അൽഗോരിതംസ്, കോഡിംഗ് ദ പ്രോഗ്രാം, ട്രാൻസ്ലേഷൻ, ഡീബഗിങ്, എക്സിക്യൂഷൻ, ഡോക്യുമെൻറ്റേഷൻ. പിന്നീട് വരുന്ന ഫ്ലോ ചാർട്ടുകളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എന്താണ് അൽഗോരിതത്തിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഫ്ലോ ചാർട്ടുകൾ എന്ന് പറയുന്നത്. ഫ്ലോ ചാർട്ടിൻ്റെ സിമ്പിൾസും പഠിച്ചു വെക്കുക, അതിൻ്റെ എന്താണ് അതിൻ്റെ യൂസേജ് എന്നുള്ളതോട് നോക്കി വെക്കുക. അതിൽ റോംബസ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഫ്ലോ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആണ്, എഫക്റ്റീവ് അനാലിസിസ് ആണ്, എഫക്റ്റീവ് സിന്തസിസ് ആണ്, എഫിഷ്യൻറ്റ് കോഡിംഗ് ആണ്. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആണ്, മോഡിഫിക്കേഷൻ ഡിഫിക്കൽട്ട് ആണ് എന്നൊക്കെ പറയാം. പിന്നെ ട്രാൻസ്ലേഷൻ എന്താണ്? ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റുന്നതാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡീബഗിങ് എന്താണ്? ഡീബഗിങ് അത് ബഗ് എന്ന് പറഞ്ഞ എററാണ്. ആ ഒരു എററുകൾ ഡിറ്റക്ട് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നതിനാണ് ഡീബഗിങ് എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള എററുകളുണ്ട്: സിൻടാക്സ് എറർ, ലോജിക്കൽ എറർ, റൺ ടൈം എറർ.
അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. അങ്ങനെ ചാപ്റ്റർ 3 കഴിഞ്ഞു. ഇനി ചാപ്റ്റർ നമ്പർ 4 അതായത് C++ ആണ്. അതിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ പഠിക്കേണ്ട ടോക്കൺസ് ആണ്. അതായത് ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഇൻ C++ പ്രോഗ്രാമാണ്. ടോക്കൺ എന്ന് പറയുന്നത് 5 തരത്തിലുള്ള ടോക്കൺ ഉണ്ട്: കീവേഡ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, ഓപ്പറേറ്റേഴ്സ്, ഫങ്ക്ച്വേറ്റേഴ്സ്. അപ്പോൾ അത് ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കി വെക്കുക. അതിൽ റൂൾസ് ടു ഫോം ആൻഡ് ഐഡൻറ്റിഫയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് കറക്റ്റ് ആണെന്ന് ചോദിക്കും. അതായത് ഐഡൻറ്റിഫയറിൻ്റെ റൂളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് അത് ലെറ്റേഴ്സിൻ്റെ ഡിജിറ്റിൻ്റെയും അണ്ടർസ്കോറിൻ്റെയും ഒരു സീക്വൻസ് ആണെന്ന് പറയുന്നത്. ആദ്യത്തെ ക്യാരക്ടർ എന്തായാലും ഒരു ലെറ്ററോ അണ്ടർസ്കോറോ ആയിരിക്കണം. കീവേഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വൈറ്റ് സ്പേസസോ കാനോട്ട് ബി യൂസ്ഡ് ആണ്. അപ്പർ ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ട്രീറ്റഡ് സെപ്പറേറ്റ്ലി ആയിട്ട് കേസ് സെൻസിറ്റീവ് ആയിട്ട് വരുന്നതാണ്. അത് പഠിച്ച് നോക്കുക. പിന്നെ ലിറ്ററൽസിൻ്റെ 4 തരത്തിലുണ്ട്: ഇൻറ്റീജർ ലിറ്ററൽസ്, ഫ്ലോട്ടിംഗ് ലിറ്ററൽസ്, ക്യാരക്ടർ ലിറ്ററൽസ്, സ്ട്രിംഗ് ലിറ്ററൽസ്. ജസ്റ്റ് നോക്കി വെക്കുക. പിന്നീട് വരുന്നത് 5ാമത്തെ ചാപ്റ്ററാണ് ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സിൻ്റെ 5 ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ്: വോയിഡ്, കാർ, ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ. അത് എന്തായാലും നോക്കിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ വേരിയബിൾസ് എന്താണ്? വേരിയബിൾസ് എന്ന് പറയുന്നത് നെയിംസ് ഗിവൺ ടു ദ മെമ്മറി ലൊക്കേഷൻസ് ആണ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഓപ്പറേറ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് യൂണറി, ബൈനറി, ടെർണറി. അതായത് സിംഗിൾ ഓപ്പറൻറ്റ്, 2 ഓപ്പറൻറ്റ്, 3 ഓപ്പറൻറ്റ് അത് വെച്ചിട്ട് വരുന്നതാണ്. പിന്നീട് ഓപ്പറേഷൻസിൻ്റെ അത് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഓപ്പറേഷൻ ഓപ്പറേറ്റേഴ്സിന് തന്നെ 5 ക്ലാസ് വരുന്നുണ്ട്: അരിത്മെറ്റിക്, റിലേഷണൽ, ലോജിക്കൽ, ഇൻപുട്ട്, അസൈൻമെൻറ്റ്. അതായത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. അത് ജസ്റ്റ് നോക്കി നോക്കുക. ലോജിക്കലി ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട്, നോട്ട് ഉണ്ട്. പിന്നീട് നമ്മൾ ജസ്റ്റ് നോക്കേണ്ടത് എക്സ്പ്രഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് പ്രോഗ്രാമിംഗ് ആണ് 6ാമത്തെ ചാപ്റ്റർ. ഇത് നിങ്ങൾ ഒരു പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ഇതാണ്. നിങ്ങൾ എഴുതിയൊക്കെ ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതി പഠിക്കേണ്ട ചാപ്റ്ററാണ്. ഇതിൽ കാര്യമായിട്ട് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതിൽ ടൈപ്പ് മോഡിഫയർ എന്താണെന്നുള്ളത് നിങ്ങൾ തിയറി പോയിന്റിൽ നോക്കി വെക്കുക. കീവേഡ്സ് ആൻഡ് ആൻസൈഡ് ഷോർട്ട് ആൻഡ് ലോങ് ആർ ടൈപ്പ് മോഡിഫയേഴ്സ് ആണ്. ടൈപ്പ് കൺവേർഷൻ, അതിൽ ഇംപ്ലിസിറ്റും ആൻഡ് എക്സ്പ്ലിസിറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 7 കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൽ കുറേ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൽ നമ്മൾ സ്വിച്ചിൻ്റെയും ഈഫ് ലാഡറിൻ്റെയും ഡിഫറൻസ് പഠിച്ച് വെക്കുക. ഈ ഒരു 4 പോയിൻറ്റ് നോക്കി വെക്കുക. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും തമ്മിലുള്ള ഡിഫറൻസ്. എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടഡ് ബിഫോർ ലൂപ്പ് ബോഡിയാണ്. അതെന്താണ് ട്രൂ ആയാൽ മാത്രമേ അത് റൺ ചെയ്യിക്കുള്ളൂ. എക്സിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടഡ് ആഫ്റ്റർ ദ ലൂപ്പ്. ട്രൂ ആയാലോ ഫാൾസ് ആയാലോ അത് റൺ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് ചാപ്റ്റർ നമ്പർ 8 ആണ്. അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ്. അതിൽ അഡ്വാൻറ്റേജ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അതായത് 5 ഇതുണ്ട്. അതായത് റിസോഴ്സ് ഷെയറിങ്, പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, കമ്മ്യൂണിക്കേഷൻ, റിലയബിലിറ്റി, സ്കേലബിലിറ്റി പഠിച്ചു വെക്കുക. അതുപോലെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പാത്ത്, മെസ്സേജ് സെൻഡർ, റിസീവർ, മീഡിയം, പ്രോട്ടോക്കോൾ. പിന്നീട് നമുക്ക് വരുന്ന കേബിൾസൊക്കെ ഉണ്ട്. അത് UTP അതിൻ്റെ ഫുൾ ഫോം പഠിച്ചു നോക്കുക. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറാണ്. STP ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറാണ്. അങ്ങനെ ഫുൾ ഫോമൊക്കെ വരുന്നതൊക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കി നോക്കുക. കാരണം ഫുൾ ഫോമൊക്കെ ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. 1 മാർക്കിനോ 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. പിന്നീട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് NICയുടെ ഫുൾ ഫോം പഠിച്ചു നോക്കുക. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡാണ്. ഹബ്ബ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അതായത് വൈഡ് നെറ്റ്വർക്ക് ടു കണക്ട് ഡിവൈസസ് ഓഫ് ദ സെയിം നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹബ്ബ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ലാബ്സിലൊക്കെ കാണാൻ സാധിക്കും. സ്വിച്ച് എന്ന് പറയുന്നത് സ്വിച്ച് ഇസ് എ ഡിവൈസ് ആൻഡ് കണക്ട്സ് സെവറൽ കമ്പ്യൂട്ടേഴ്സ് ടു ഫോം എ നെറ്റ്വർക്ക്. സെവറൽ കമ്പ്യൂട്ടേഴ്സിന് ഫോം ചെയ്യാനാണ് സ്വിച്ച് ഉപയോഗിക്കുന്നത്. പിന്നെ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ആ നെറ്റ്വർക്കിനെ സെഗ്മെൻറ്റൈസ് ചെയ്യാനാണ് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. പിന്നെ റൗട്ടർ എന്ന് പറഞ്ഞാൽ ഡിവൈസ് ദാറ്റ് ക്യാൻ ബി ഇൻ്റർ കണക്ട് 2 നെറ്റ്വർക്ക്സ് ഓഫ് ദ സെയിം ടൈപ്പ് വെച്ചിരുന്ന സെയിം പ്രോട്ടോക്കോൾ വെച്ചിട്ട് കണക്ട് ചെയ്യാൻ റൗട്ടർ സഹായിക്കും. പിന്നെ ഗേറ്റ് വേ എന്ന് പറയുന്നത് ഡിവൈസ് ആയിട്ട് ക്യാൻ ബി ഇൻ്റർ കണക്ട് 2 ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ് ആയി ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾ ഉണ്ടെങ്കിൽ ഗേറ്റ് വേ ഉപയോഗിക്കാൻ പറ്റും. റിപ്പീറ്റർ എന്ന് പറയുന്നത് ദേ ആർ യൂസ്ഡ് ടു റിസീവ് ഇൻകമിംഗ് സിഗ്നൽ, ആംപ്ലിഫൈ ടു ഒറിജിനൽ സ്ട്രെങ്ത് ആൻഡ് റീട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റർ ഉപയോഗിക്കുന്നത്. പിന്നെ ഡാറ്റ ടെർമിനൽ സീക്വൻസ് മോഡം വരും. മോഡം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വൈഫൈ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. കമ്പ്യൂട്ടേഴ്സിനും ടെലിഫോണിക് ലൈൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ മോഡുലേറ്റർ ആൻഡ് ഡിമോഡുലേറ്റർ. അങ്ങനെയാണ് മോഡം എന്ന് പറഞ്ഞ പേര് വന്നത്. നെക്സ്റ്റ് വന്ന് നെറ്റ്വർക്ക് ടോപ്പോളോഗീസ് ആണ്. അതായത് വേ ഇൻ വിച്ച് നോട്ട്സ് ആർ കണക്റ്റഡ്. നോട്ട്സ് ഫിസിക്കലി ഇൻ്റർ കണക്ട് ചെയ്യുന്ന ആ ഒരു രീതിനെയാണ് ടോപ്പോളോഗി എന്ന് പറയുന്നത്. 4 തരത്തിലുള്ള ടോപ്പോളോഗി നിങ്ങൾ പഠിക്കാനുണ്ട്: ബസ്, സ്റ്റാർ, റിങ്, മെഷ്. ഇതാണ് ബസ് ടോപ്പോളോഗി എന്ന് പറയുന്നത്. നോട്ട്സ് ആർ കണക്റ്റഡ് ഇൻ എ മെയിൻ കേബിൾ കോൾഡ് ബസ് എന്ന് പറയുന്നത് അതിലേക്ക് കണക്ട് ചെയ്യുന്നത്. സ്മോൾ ഡിവൈസ് കോൾഡ് ടെർമിനേറ്റർ അതിൻ്റെ അറ്റത്ത് ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടാലും മനസ്സിലാവും. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ജസ്റ്റ് നോക്കി വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 5 മാർക്കിനും 6 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നോക്കുക. പിന്നെ സ്റ്റാർ ടോപ്പിലേക്ക് സ്റ്റാറിൻ്റെ ഒരു ഷേപ്പിലാണ് വരുന്നത്. ഒരു ഹബിലോ സ്വിച്ചിലോ ആയിരിക്കും അത് കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു വെക്കുക. റിംഗ് ടോപ്പോളോഗി ഒരു റിംഗ് ഷേപ്പിലാണ് വരുന്നത്. അതായത് ഒരു ലൂപ്പ് പോലെ അത് വരും. പിന്നെ മെഷ് ടോപ്പോളോഗി. ഒരു മെഷ് എന്ന് പറയുന്നത് എല്ലാ നോട്ട്സും ഈച്ച് അതറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതാണ് മെഷ് ടോപ്പോളോഗി എന്ന് പറയുന്നത്.
അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു വെക്കുക. പിന്നെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് വരുന്നത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ പ്രോക്സിമിറ്റിയിൽ മാത്രമേ വരൂ. പിന്നെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലാൻ എന്ന് പറയും, ഒരു റൂമോ ബിൽഡിങ്ങോ ക്യാമ്പസിലൊക്കെ ഇത് വരും. പിന്നെ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്തിൻ എ സിറ്റി, ഒരു സിറ്റിയിലേക്ക് ഒരു കിലോമീറ്റേഴ്സ് ഏരിയയിലേക്കൊക്കെ അത് കവറേജ് കിട്ടും. പിന്നെ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിലേക്കോ ഒരു വേണമെങ്കിൽ ഒരു ഭൂഖണ്ഡത്തിലേക്കോ വരെയുള്ള നെറ്റ്വർക്ക് ഈ ഒരു ഇതിലേക്ക് വരും. അതിൻ്റെ മൊത്തം ഡിഫറൻസ് ഈ ഒരു സമ്മറി ഷീറ്റിൽ കാണാൻ പറ്റും. ഇത് നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെക്കുക, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ് നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. TCP IP, TCP എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, IP എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ, HTTP എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, പിന്നെ FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, DNS എന്ന് പറഞ്ഞാൽ ഡൊമൈൻ നെയിം സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത് MAC, അത് മാക് മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്സ്. അപ്പോൾ അതെന്ന് പറയുന്നത് 12 ഡിജിറ്റ് ഹെക്സാഡെസിമൽ നമ്പറാണ് അസൈൻ ടു ഈച്ച് NIC ബൈ ഇറ്റ്സ് മാനുഫാക്ചർ. അതുവഴി പിന്നെ IP അഡ്രസ്സിൻ്റെ ഒരു ഫോർമാറ്റ് പഠിച്ചു. ഫസ്റ്റ് ഒരു 3 ആയിരിക്കും, പിന്നെ 3232 ആ ഒരു ഫോമിൽ, അതായത് 32 ബിറ്റ്സ് ആണ് വരുന്നത്. അതിൽ 0 to 255 നമ്പർ വരെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ URL എന്ന് പറയുന്നത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതുകൊണ്ട് ഇൻ്റർനെറ്റ് അഡ്രസ്സോ വെബ് അഡ്രസ്സോ ആയിട്ട് നമുക്ക് URL പറയാൻ പറ്റും. നമുക്ക് ഈ ഒരു HTTP തുടങ്ങുന്നതാണെങ്കിലോ അത് അങ്ങനെയൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു URL ആണെന്ന് മനസ്സിലാക്കാം. URL 3 പാർട്സ് ഉണ്ട്: നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ, ഡൊമൈൻ നെയിം, അതുപോലെ ഫയൽ നെയിം. അടുത്ത ചാപ്റ്റർ നമ്പർ 9 ഇൻ്റർനെറ്റ് ആണ്. ഇൻ്റർനെറ്റിൻ്റെ ആദ്യത്തെ പേര് ഡെവലപ്പ് ചെയ്തത് അർപ്പാനെറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. അത് പഠിച്ചു വെക്കുക. പിന്നെ വിൻസെൻ്റ് സർഫാണ് ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് ടൈപ്സ് ഓഫ് കണക്ടിവിറ്റിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫൈബർ ടു ദ ഹോം, FTTH, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ DSL, ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ, നോക്കി വെക്കുക. പിന്നെ വരുന്നത് സർവീസസ് ഓൺ ഇൻ്റർനെറ്റ്, 4 സർവീസ് ഉണ്ട്. ഫസ്റ്റ് വരുന്നത് WWW, വേൾഡ് വൈഡ് വെബ്. പിന്നെ ബ്രൗസർ, അതിൽ തന്നെ വേൾഡ് വൈഡ് വെബിൽ തന്നെ ബ്രൗസറുണ്ട്, വെബ് ബ്രൗസിംഗ് ഉണ്ട്. പിന്നെ വരുന്നത് സെർച്ച് എഞ്ചിൻസാണ്. സെർച്ച് എഞ്ചിൻ നമുക്കറിയാം, ഗൂഗിൾ, ബിങ്, യാഹൂ പോലുള്ള സെർച്ച് എഞ്ചിൻസുകൾ ഉണ്ട്. അതുപോലെ ഇമെയിലും ഒരു സർവീസാണ് ഇൻ്റർനെറ്റ് എന്ന് വരുന്നത്. ഇമെയിലിൻ്റെ സെക്ഷൻ എന്താണ് നമുക്കറിയാം, 2 ഉണ്ട്, CC ഉണ്ട്, BCC ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, കണ്ടന്റ് ഉണ്ട്. പിന്നെ അഡ്വാൻറ്റേജ് ജസ്റ്റ് നോക്കുക, സ്പീഡാണ്, ഈസി ടു യൂസ് ആണ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ 4മതൊരു സർവീസ് തന്നെ സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്, അതായത് എന്താണ്, വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് സോഷ്യൽ. അതിൽ തന്നെ ഒരു 5 ക്ലാസിഫിക്കേഷൻ: ഇൻ്റർനെറ്റ് ഫോറംസ് ഉണ്ട്, സോഷ്യൽ ബ്ലോഗ്സ് ഉണ്ട്, മൈക്രോ ബ്ലോഗ്സ് ഉണ്ട്, വിക്കീസ് ഉണ്ട്, സോഷ്യൽ നെറ്റ്വർക്ക്സ് ഉണ്ട്, കണ്ടന്റ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ഉണ്ട്, യൂട്യൂബ് പോലെയുള്ള. അതിന് അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും നോക്കി വെക്കുക. കുറേ പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ സൈബർ സെക്യൂരിറ്റിയിൽ കുറേ തരത്തിലുള്ള സൈബർ സെക്യൂരിറ്റിയുടെ മാൽ പ്രാക്ടീസസ് ഒക്കെ വരുന്നുണ്ട്. അതിൽ ഹാക്കിങ് പഠിച്ചു വെക്കുക. ഹാക്കിങ്ങിൽ വൈറ്റ് ഹാറ്റ് ഉണ്ട്, ബ്ലാക്ക് ഹാറ്റ് ഉണ്ട്, ഗ്രേ ഹാറ്റ് ഉണ്ട്. പിന്നെ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അറ്റംപ്റ്റ് ടു ഗെറ്റ് അനദർ പാസ്വേഡ്, യൂസർ നെയിം, അതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. പിന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫയർ വാൾ ഉപയോഗിക്കും, ആൻറ്റിവൈറസ് സ്കാനർ ഉപയോഗിക്കും, കുക്കീസൊക്കെ ഉപയോഗിക്കും. കുക്കീസൊക്കെ നിങ്ങൾക്ക് ക്രോമിലൊക്കെ കാണാൻ പറ്റും. അടുത്ത് ലാസ്റ്റ് ചാപ്റ്റർ എത്തിയിരിക്കുകയാണ്, അതായത് IT ആപ്ലിക്കേഷനിൽ ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കുന്നത് ഗവേണൻസ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ICT ഫോർ ഡെലിവറിങ് ഗവൺമെൻറ് സർവീസസ് ടു സിറ്റിസൺസിന്, അതായത് പൗരന്മാർക്ക് കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് ഡെവലപ്പ് ചെയ്ത ആപ്ലിക്കേഷനാണ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ. അതിൽ വരുന്ന ഇൻട്രാക്ഷൻ ഉണ്ട്, G2G, G2C, G2B, G2E, അതായത് ഗവൺമെൻറ് ടു ആണ് വരുന്നത്. അത് ഗവൺമെൻറ് ടു ഗവൺമെൻറ് വരാം, ഗവൺമെൻറ് ടു സിറ്റിസൺ വരാം, ഗവൺമെൻറ് ടു ബിസിനസ് വരാം, ഗവൺമെൻറ് ടു എംപ്ലോയി വരാം. പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് ഗവേണൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് ഗവൺമെൻറ്റിൻ്റെ ഓട്ടോമേഷനായിട്ട് വരും, അതുപോലെ ഡെമോക്രസി സ്ട്രെങ്തൻ ചെയ്യും, ട്രാൻസ്പെറൻസി ഉണ്ട്, അൺനെസസറി വിസിറ്റ് നമുക്ക് ഒഴിവാക്കാം ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെയുള്ള. പിന്നെ ചലഞ്ചസും ജസ്റ്റ് നോക്കി വെക്കുക. പിന്നെ ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ജിയോഗ്രാഫിക്കൽ ലിമിറ്റേഷൻസ് ഓവർ ചെയ്യാൻ പറ്റും, ട്രാവൽ ടൈമും കോസ്റ്റും നമുക്ക് കുറക്കാൻ പറ്റും, എല്ലാ ടൈമിലും ഓപ്പണായിട്ട് ഉണ്ടാവുമെന്ന് പറയാം. പിന്നെ ലേണിംഗ് ടൂൾസ്, അതായത് ഇലക്ട്രോണിക്സ് ബുക്ക്, ടെക്സ്റ്റ്, ഓൺലൈൻ ചാർട്ട്, കണ്ടൻറ്റ്, എഡ്യൂക്കേഷണൽ ചാനൽസ് ആൻഡ് TV, അത് കുടിക്കുക. അതിൻ്റെ അഡ്വാൻറ്റേജും ചലഞ്ചസും ചെറിയ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയൊക്കെയാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. നമ്മൾ 10 ചാപ്റ്ററും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് 10 ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സുകളാണ് കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കേണ്ടതാണ്. ബാക്കി ടോപ്പിക്സ് നോക്കേണ്ടതാണ്, പക്ഷേ ഈ ഒരു ടോപ്പിക്സിന് ഒരു വെയിറ്റേജ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കുക. കാരണം അത്യാവശ്യം റിപ്പീറ്റ് ചെയ്ത ഒരു ഇതാണ്. നമ്മൾ പ്രാക്ടിക്കലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല, അതുകൂടി നിങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ പഠിക്കുക. ഈ ഒരു PDF ഞാൻ അറ്റാച്ച് ചെയ്യാം, അതും കൂടി വെച്ചിട്ട് നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. A+ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക.